എന്തൊരു ശല്യമാണിത്, ഇവനെ രക്ഷിക്ക്. മതിയാക്ക്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വരുമെന്നോ? വന്നാൽ നീ എന്ത് ചെയ്യും? ഞാൻ എത്ര കഷ്ടപ്പെട്ടത് മുകളിലേക്ക് കൊണ്ടുപോയെന്നറിയോ? നീ കാരണം അതെല്ലാം നശിച്ചു. എന്നെ വിട്ടേക്കു പ്ലീസ്. ഞാൻ സാധുക്കളെ ഒന്നും ചെയ്യാറില്ല. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ആദ്യം അക്രോട്ട് മര്യാദക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതാ. ശരി, ഞാൻ വെക്കാം. എന്റെ ഭായ്, എന്തിനാ ഹണിയെ എങ്ങനെ ശല്യം ചെയ്യുന്നത്? പോയിവിടുന്ന. ഞാൻ പേടിക്കുന്ന കൂട്ടത്തിലല്ല. എന്റെ അക്രോട്ട് എന്റെ മരത്തിൽ കൊണ്ടുവന്ന് വെക്ക്. കണ്ടോ ഭായ്, സേഫ് ലാൻഡിംഗ് ആയി. എടാ തത്തേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. താങ്ക് യു തോത്താറാം. എന്റെ ഭായ്, പൂച്ചയാണ് താൻ, പൂച്ച. എനിക്കറിയാം. നാണോ ഇല്ലേ തനിക്ക്? അണ്ണാമാരെയും എലിയും കണ്ടൊക്കെ എങ്ങനെ പേടിക്കാവോ? ഞാൻ പേടിക്കുന്നതല്ല. സാധുക്കളെയും പ്രായം കുറഞ്ഞവരെയും ഞാൻ ഒന്നും ചെയ്യില്ല. എന്റെ ഭായ്, ഇതിനൊക്കെ കാരണം എന്താണെന്ന് തനിക്ക് അറിയാമോ? തനിക്കുള്ള ഒറ്റ പ്രശ്നം, തനിക്ക് ഒട്ടും ശക്തിയില്ല. എന്ത്? എനിക്ക് ശക്തിയില്ലെന്നോ? ശരി, ശക്തി എങ്ങനെയാ വരിക? അങ്ങനെ ചോദിക്ക്. വിറ്റാമിന്റെ ഗുളിക കഴിച്ചാൽ മതി, ശക്തി താനേ വരും. വിറ്റാമിന്റെ ഗുളികകളോ? മാഡത്തിന്റെ വിറ്റാമിൻ ഗുളികകൾ കഴിച്ചേക്കാം. ഒരു ഗുളിക കൊണ്ട് എന്ത് ശക്തി കിട്ടാനാണ്? ഞാൻ എല്ലാം കഴിക്കാൻ പോവാണ്. കഴുതേ, എന്തിനത്രയും ഗുളികകൾ കഴിച്ചത്? എനിക്ക് ശക്തി വേണം. എലികൾ എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നു. എടാ കഴുതേ, ദിവസം ഒരു ഗുളികയാണ് കഴിക്കേണ്ടത്. സംശയമുണ്ടോ? ഇതെങ്ങനെ സംഭവിച്ചു? വിറ്റാമിൻ ഗുളിക കാരണമാണ് ഈ പ്രശ്നം. സംശയമുണ്ടോ? ഞാൻ ശക്തിയുള്ളവനായി കഴിഞ്ഞു. അയ്യോ പാറ്റ, അയ്യോ പാറ്റ, പാറ്റ. എടാ, ഒന്ന് എഴുന്നേക്ക്. ശരീരം മാത്രമേ വലുതായുള്ളൂ, എന്നാ മനസ്സ് എലിയെ പോലെയാ. പാറ്റയെ കണ്ട് പേടിക്കുന്നോ? നിനക്കെന്നെ അറിയാലോ, എനിക്ക് ഇവറ്റകളെ കണ്ട ഭയങ്കര പേടിയാണ്. വേഗം വാ, കർത്തയുടെ വീട്ടിൽ ലഞ്ച് കഴിക്കാനായി പോകണം. എന്നെ രക്ഷിക്ക്. എന്തൊരു ശല്യമാണിത്, ഇവനെ രക്ഷിക്ക്. സർവ്വതും നാശം. ഇവന് തീർച്ചയായിട്ടും ചുമക്കേണ്ടി വരും. ഇവന് ഓട്ടോയിലും ടാക്സിയിലും കയറ്റാൻ കഴിയില്ല. സംശയമുണ്ടോ?
അങ്ങോട്ട് നോക്ക്, അവറ്റകൾ തോതാറാമനെ ശല്യപ്പെടുത്തുകയാണ്. എന്റെ പണി തീർത്ത് തരാന്നല്ലേ നീ പറഞ്ഞത്? നിന്റെ പണി എന്റെ കൂട്ടുകാർ തീർക്കുന്നത് കണ്ടോ? ഓടിക്കവരേ. ഇല്ല, ഇവരെന്നെ കൊത്താൻ നോക്കുക. എന്റെ ഭായ്, ഇത്രയും വലിയ ശരീരം വെച്ചുകൊണ്ട് ഇങ്ങനെ എന്തിനാ വെറുതെ പേടിക്കുന്നതാ? ഞാൻ ആരെയും കൊണ്ട് പേടിക്കില്ല. പിന്നെ അവനെ ഓടിക്ക്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ ഭായ്, താങ്ക് യു. ഈ ഹണിക്ക് എന്താ സംഭവിച്ചതാ? നീയല്ല എന്നോട് വിറ്റാമിന്റെ ഗുളികകൾ കഴിക്കാൻ പറഞ്ഞത്. ഞാൻ വിറ്റാമിന്റെ ഗുളികകൾ മൊത്തം കഴിച്ചു. അതാ ഇങ്ങനെ ആയത്. നിന്നെ രക്ഷിച്ചതിന് എന്നോട് താങ്ക്സ് പറയേ. താങ്ക് യു. എന്നാൽ ഇതെല്ലാം നീ കാരണമാണ്. രാവിലെ നിന്നെ ഞാൻ രക്ഷിച്ചില്ലേ, അതുകൊണ്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നതാണ്. കർത്തയുടെ വീട്ടിലേക്ക് വേഗം പോകാം, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആണ്. വെൽക്കം, വരൂ, വെൽക്കം. അല്ല, ഈ ഹണിക്ക് എന്ത് പറ്റി? ഓ, എന്റെ ഭായ്, അവന്റെ അടുത്തേക്ക് പോകണ്ട. ഒരു 5 അടി മാറി തന്നെ നിക്ക. ഓ, 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 ഓ. വരൂ, ആഹാരം കഴിക്കാം, വരൂ. അത് ഈ രാക്ഷസന് കൊടുക്ക. ഇവനോടൊപ്പം ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല. എടാ, അതിലിരിക്കല്ലേ, അത് ഒടിഞ്ഞു പോകും. ശരി, ഞാൻ വേണമെങ്കിൽ ടേബിളിൽ ഇരിക്കാം. കർത്ത, എല്ലാവരുടെ സുഹൃത്ത, ആഹാരം മുഴുവൻ പോയി. ഇനി ഞാനും നിങ്ങളെ പോലെ തന്നെ പട്ടിണി ഇരിക്കേണ്ടി വരും. ഓ, എന്റെ ഭായ്, അവനെ വിട്ടേക്ക്, അല്ലെങ്കിൽ അവന്റെ പണി തീരാം. വേഗം വാ, നമുക്ക് പുറത്തു പോയി ആഹാരം കഴിക്കാം. എന്താ ഇത്? നീ വീണ്ടും വന്നോ? ഇവനോട് ജയിക്കാൻ പറ്റുമെന്ന് നോക്ക്. ഹണി, അവനെ വെറുതെ വിടരുത്. എനിക്കെന്താ വട്ടാണോ? കണ്ടില്ലേ അവൻ എത്ര വലുതാണെന്ന്? നീ അവനേക്കാളും വലുതാണ്, സംശയമുണ്ടോ? ആ, ഞാൻ ആ കാര്യം മറന്നുപോയി. ഞാനിപ്പോൾ വലുതാണല്ലോ. കർത്ത, എല്ലാവരുടെയും സുഹൃത്ത, എന്തെങ്കിലും വേഗം ഒന്ന് ചെയ്യ് ഹണി, അല്ലെങ്കിൽ തീരും നമ്മുടെ പണി. ആ, യാ!
ഹണി താഴെ കിടക്ക്. എന്താ ഇത്? ഗുളികയുടെ പവർ തീർന്നെന്നാണ് തോന്നുന്നത്. എന്റെ കൂട്ടുകാരനെ തല്ലുവല്ലേ? കണ്ടില്ലേ, എന്റെ വിറ്റാമിൻ ഗുളികകളുടെ ശക്തി കണ്ടില്ലേ? എല്ലാരും പേടിച്ചോടിയത് കണ്ടല്ലോ. ഇതിനൊക്കെ കാരണം ആ ഗുളികയല്ല, നിന്റെ മനോധൈര്യമാണ്. വിറ്റാമിൻ ഗുളികകളുടെ ശക്തിയൊക്കെ എപ്പോഴേ തീർന്നു പോയി. സംശയമുണ്ടോ? നിന്റെ രൂപം ഒന്ന് കണ്ടു നോക്ക. എന്റെ അമ്മച്ചി, ഞാൻ വീണ്ടും ചെറുതായോ? ദുഷ്ടന്മാരെ, എന്താണ് നേരത്തെ പറയാത്തത്? ഞാൻ പഴയതുപോലാണെന്ന് വിചാരിച്ചാ ഫൈറ്റ് ചെയ്തത്. ഫൈറ്റ് ചെയ്യാൻ വലിയ ശരീരം വേണ്ട, മനസ്സിൽ ധൈര്യം ഉണ്ടായിരുന്നാൽ മതി. അത് നിനക്കിപ്പോൾ വന്നിരിക്കുന്നു. അതെ ബായ്, ഇനി അടുത്തതായിട്ട് നീ ആനയോട് പൊരുതണം.